നമ്മൾ എക്സലിൽ ഒരു സംഖ്യ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എമൗണ്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ടിനെ നമുക്ക് വേർഡിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. സോ നമുക്കൊരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു മാനുവൽ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തെല്ലാം ഇത്തരമൊരു ഓപ്ഷൻ്റെ ആവശ്യം വരും. സോ ആ സമയത്ത് നമുക്കത് വളരെ ഈസിയായി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ ഉദാഹരണമായി ഞാനിവിടെ 1 എന്ന് എൻ്റർ ചെയ്തപ്പോൾ എനിക്കിവിടെ ₹1 only എന്ന് വന്നു. അതുപോലെ 120 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ₹120 only എന്ന് വന്നു. അതുപോലെ 125.75 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ₹125.75 only എന്ന് വന്നു. അതുപോലെ ഞാൻ വലിയ ഒരു സംഖ്യകൾ 124,000 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ₹1,24,000 only എന്ന് വന്നു. സോ ഇതെങ്ങനെ നമുക്ക് വളരെ ഈസിയായി ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. സോ അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഒരു എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യുക. എക്സൽ ഫയൽ ഓപ്പൺ ചെയ്ത ശേഷം ഈ ഡെവലപ്പർ എന്ന് പറയുന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഈ ടാബ് നിങ്ങളുടെ എക്സൽ സോഫ്റ്റ്വെയറിൽ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഫയൽ എന്ന് പറയുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഓപ്ഷൻ എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കസ്റ്റമൈസ് റിബൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ മെയിൻ ടാബ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ഡെവലപ്പർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണാം. ഇതിപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി ചെക്ക്ഡ് ആണ്, അതുകൊണ്ടാണ് അതവിടെ കാണിക്കുന്നത്. സോ ഞാനിത് അൺചെക്ക് ചെയ്യുന്നു. അതിനുശേഷം ഓക്കെ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ ഡെവലപ്പർ എന്ന് പറയുന്ന ടാബ് ഇവിടെ നിന്ന് ഡിസപ്പിയർ ആയി. സോ അതൊന്നും എനിക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഫയലിൽ പോയതിനു ശേഷം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കസ്റ്റമൈസ് റിബൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ ഡെവലപ്പർ എന്ന് പറയുന്ന ഈ ടാബിൻ്റെ ഓപ്ഷൻ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത ശേഷം നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡെവലപ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. സോ നിങ്ങളുടെ എക്സൽ സോഫ്റ്റ്വെയറിൽ അത് കാണുന്നില്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ അത് എനേബിൾ ചെയ്യേണ്ടതാണ്. ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഈ വിഷ്വൽ ബേസിക് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ളൊരു വിൻഡോ ഓപ്പണായി വരും. ഇതിന് ശേഷം ഈ ഇൻസേർട്ട് എന്ന് പറയുന്ന മെനുവിൽ പോയതിന് ശേഷം ഈ മോഡ്യൂൾ എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ളൊരു വിൻഡോ ഓപ്പണായി വരും. അതിനുശേഷം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ VBA കോഡ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ളൊരു വെബ് പേജ് ഓപ്പണായി വരും. ഇതിൽ നിങ്ങൾ ഈ കാണുന്ന ഈ കോഡ്, ഈ എഴുതിയിട്ടുള്ള കോഡ് എല്ലാം ഇതുപോലെ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം വീണ്ടും നമ്മുടെ എക്സലിൽ വരിക. എക്സലിൽ നമ്മൾ വിഷ്വൽ ബേസിക് എന്ന് പറയുന്ന ആ ഭാഗത്ത് വരിക. അതിൽ നമ്മൾ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ച അവിടെ നമ്മൾ ഇത് പേസ്റ്റ് ചെയ്യുക. നമ്മളിപ്പോൾ കോപ്പി ചെയ്ത ആ കോഡ് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ സ്പെൽ നമ്പർ എന്ന് പറയുന്നുള്ളൊരു ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ശേഷം ഇത് ക്ലോസ് ചെയ്യുക. ഈ വിൻഡോ ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ നമ്മുടെ ഈ ഫയൽ സേവ് ചെയ്യേണ്ടതുണ്ട്. സോ ഞാനിവിടെ ഈ സേവ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇത് ഞാൻ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുന്നു. സേവ് ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം ഫയൽ നെയിം കൊടുക്കുന്നു. ഞാൻ സ്പെൽ എന്ന് പറയുന്ന പേരാണ് കൊടുക്കുന്നത്. ഈ സേവ് ആസ് ടൈപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ സാധാരണ എക്സൽ വർക്ക് ബുക്ക് എന്നായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം എക്സൽ മാക്രോ എനാബിൾഡ് വർക്ക് ബുക്ക് എന്ന് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യില്ല. ശേഷം നമ്മൾ സേവ് ചെയ്യുക. സോ ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ നമ്മൾ സ്പെൽ നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാൻ കഴിയും. സോ ഞാൻ ആദ്യമായി ഇവിടെ എമൗണ്ട് എന്ന് പറയുന്നൊരു കോളം കൊടുക്കുന്നു. അതിനുശേഷം എമൗണ്ട് ഇൻ വേർഡ്സ്, നമ്മൾ എൻ്റർ ചെയ്ത ഈ നമ്പർ വേർഡിലോട്ട് മാറ്റുന്നതിനുള്ള കോളം. ശേഷം കുറച്ച് നമ്മൾ ഇതിൻ്റെ മോഡിഫൈ ചെയ്യുന്നു, കുറച്ച് ഫോർമാറ്റ്സ് അപ്ലൈ ചെയ്യുന്നു. സോ ഇപ്പോൾ നമ്മൾ ഈ എമൗണ്ട് എന്ന് പറയുന്ന ഈ കോളത്തിൽ നമ്മൾ ഒരു സംഖ്യ എൻ്റർ ചെയ്താൽ ആ എമൗണ്ടിനെ വേർഡ്സിൽ കൺവേർട്ട് ചെയ്തിട്ടുള്ള റിസൾട്ട് നമുക്ക് ഈ ഒരു കോളത്തിൽ ലഭിക്കേണ്ടതുണ്ട്. സോ ഞാൻ ആദ്യമായി ഈ കോളം കൂടി ഒന്ന് ഫോർമാറ്റ് ചെയ്യുന്നു. സോ നമുക്ക് റുപ്പീസിൻ്റെ സൈൻ എല്ലാം കൊടുക്കാം. ഞാൻ കറൻസി സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റുപ്പീസ് കാണാൻ കഴിയും. സെലക്ട് ചെയ്യുന്നു, ഡെസിമൽ പ്ലേസ് 2 കൊടുക്കുന്നു. ശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നു. സോ ഞാനിവിടെ ഇനി 100 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ റുപ്പീസിൻ്റെ സിമ്പിളോട് കൂടി 100 എന്ന് ലഭിക്കുന്നു. സോ ഇനി ഞാൻ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടത് ഈ ഒരു സംഖ്യയുടെ ഈ ഒരു എമൗണ്ടിൻ്റെ വേർഡ്സിലുള്ള നമ്മൾ ഫോർമാറ്റ് നമുക്ക് ഈ ഒരു സെല്ലിലാണ് വേണ്ടത്. ഞാനിവിടെ സെലക്ട് ചെയ്ത ശേഷം ഈ ഇൻസേർട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഇവിടെ ഈ കാറ്റഗറി എന്ന് പറയുന്നതിൽ വന്ന് യൂസർ ഡിഫൈൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്പെൽ നമ്പർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കാണാൻ കഴിയും. ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻ. അതിൽ ഓക്കെ ചെയ്യുക. ഓക്കെ ചെയ്ത ശേഷം നമ്മളോട് ഇവിടെ സ്പെൽ നമ്പർ എമൗണ്ട് എന്ന് പറയുന്ന കോളത്തിൽ ഏത് സെല്ലിലെ എമൗണ്ടാണ് നമുക്ക് വേർഡിലോട്ട് മാറ്റേണ്ടതെന്ന് ചോദിക്കും. സോ നമുക്ക് ഈ സെല്ലിലെ എമൗണ്ടാണ് മാറ്റേണ്ടത്. അത് സെലക്ട് ചെയ്യുന്നു. ശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നു. സോ അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മൾ എൻ്റർ ചെയ്ത 100 എന്ന് പറയുന്ന
ആ സംഖ്യയുടെ വേർഡിലായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്കിവിടെ ₹100 എന്ന് വന്നു. ഇനി നമ്മളിവിടെ 1000.5 എന്ന് കൊടുത്ത് നോക്കാം. സോ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ₹1000 പൈസ 50 only എന്ന് വരും. അതുപോലെ നമുക്കൊരു 1,25,000 എന്ന് എൻ്റർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ₹1,25,000 എന്ന് വന്നു. സോ നമ്മൾ എന്താണ് എൻ്റർ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ആ ഒരു സംഖ്യയെ വേർഡിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. സോ ₹10 lakh for only എന്നിങ്ങനെ വന്നു. അതുപോലെ ഞാനിവിടെ 10.5 എന്ന് എൻ്റർ ചെയ്താൽ ₹10 പൈസ 50 only എന്ന് വന്നു. സോ ഇത്തരത്തിൽ നമ്മൾ ഏതൊരു സംഖ്യ എൻ്റർ ചെയ്താലും അതിനെ വേർഡിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള റിസൾട്ട് നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. നമുക്ക് ഈ സ്പെൽ നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. വളരെ ഈസിയായി ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.